ഇതാ പട്ടാളക്കാരന്റെ വീടല്ലേ? എടാ ഇയാള് ഇവിടെ ഒറ്റയ്ക്ക. ഇയാളുടെ വീട്ടില് ഒരു വിന്റേജ് കാറുണ്ട്. തലേ ദിവസം അടിച്ച് ഫിറ്റ് ആയതുകൊണ്ട് രാവിലെ 10 മണിക്ക് എണീക്കുള്ളൂ. മനസ്സിലായ? അപ്പൊ താക്കോലോ? ഗുഡ് ക്വസ്റ്റ്യൻ. പണ്ട് ഇതിന്റെ ലോക്ക് കേടായപ്പോ നോക്ക് നന്നാക്കിയത് ഞാനാ. അപ്പേ അടിപൊളിയാ. ഇവിടെ വെക്ക്, ഞാൻ കറക്റ്റ്. ഞാനും വരട്ടെ? നീ വരണ്ട, എനിക്കും കൂടി കണ്ടുപിടിക്കാലോ. കണ്ടുപിടിക്കാനുള്ള മെച്യൂരിറ്റി നിനക്കായിട്ടില്ല. നീ ഇവിടെ ആൾക്കാർ വരണ്ടോ നോക്കണം, മിണ്ടാണ്ട് നോക്കണം. ദേ മിണ്ടാണ്ട് നോക്കി കയറിക്കോ. വണ്ടി കിട്ടിയില്ലേ? വണ്ടി കിട്ടിയില്ല. ഇതെന്താ ഇങ്ങനെ നടക്കണേ? സ്പീഡിൽ നടക്കാൻ. എന്നിട്ട് പതുക്കെയാണല്ലോ നടക്കണേ. എടാ ഇതറിയാനുള്ള മെച്യൂരിറ്റി എനിക്കായിട്ടില്ല. അയ്യോ, ഇതെന്താ പറ്റി? എന്ത് പറ്റീന്നാ? നാല് കോടിക്കൊന്നും നടക്കില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഈ കൊള്ളക്കാരുടെ ഇതുപോലെ ചീപ്പ് ബാർഗെയിനിങ് അതൊന്നും ശരിയായ നടപടിയല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളും ഒരു രീതിയിൽ കൊള്ളക്കാരല്ലേ, നല്ല വെള്ളിട്ട കൊള്ളക്കാർ. ശരി, ഫൈനൽ സെറ്റിൽമെന്റ് 4.5 കോടി രൂപയ്ക്കാണ് ഡീൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്തായാലും ചർച്ചയായിട്ട് വിളിക്കാം. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡേ ഓഫ് ദിസ് ഇയർ മാൻ. ഇത് വല്ലതും നടക്കോ? അതല്ലേ നടക്കണത്. എന്നിട്ട് കാണിക്കണേ. നീ പ്രയാഗനെ വിളിച്ചേ. അമ്മേ, എന്തായി, തീരുമാനിച്ചോ? 1 രൂപ കുറവാണെങ്കിൽ ഞാൻ സാധനം തരില്ല. കാർലോസ്, ഫണ്ട് റെഡിയാണ്. ഗുഡ് ബൈ. ശരി, ഞാൻ ഇവിടെ പുഴക്കരയിലുണ്ട്, നിങ്ങളുടെ എസ്റ്റേറ്റിന്റെ ബാക്കിൽ. വരുമ്പോ നോട്ട് എണ്ണ മെഷീൻ കൂടെ എടുത്തോ. അത് സെറ്റ് ആക്കാം. പറഞ്ഞത് തെറ്റി തന്നെ അറിയാലോ. ഞാൻ ലോസാ, കാർലോസ്. എടുക്കല്ല. ഈ പഴയ കാറിന് നമ്മ ഇനി എവിടെ പോവും? എടാ ആ വണ്ടി ഉണ്ടോ? തൊടിമേറണ്ടേ വണ്ടി എടുത്തോണ്ട് പോയാലോ? കിടക്കാം. ചേട്ടാ, വണ്ടിയിൽ താക്കോലുണ്ട്. തള്ളി അപ്പുറത്തോട്ടില്ലേ? നീ ഇരിക്കാണ്ട് വേറെ എന്തെങ്കിലും ലാൻഡ്മാർക്ക് ഉണ്ടോ? ഓക്കെ, വാ. എനിക്കൊന്ന് ചെന്നൈ വരെ പോകണം, ചെറിയ മീറ്റിംഗ് ഉണ്ട്. ഓക്കെ. എന്താടാ കുട്ടന്മാരെ? ചേട്ടാ, ഈ വണ്ടിയൊക്കെ ചെറിയ എടുക്കോ? എന്റെ പൊന്നു മോനെ, നിനക്കേ വണ്ടി കുറിച്ച് അറിയാൻ പാടാത്തോണ്ടാ. ഇത് പൊളിക്കാറല്ലേ, നമുക്കേ നല്ല കാശ് കിട്ടും. അപ്പൊ അവരോ എന്താണ്? എടാ അവന്മാർക്ക് വരാൻ വണ്ടിയില്ല. നീ ആ ജെറി വിളിച്ചേ.
ചേട്ടാ ഒരു പഴയ കാർ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് അതൊന്നും അറിയില്ല, പഴയ കോടസയാ. ഏതാ മോഡല്? മോഡല് ചുമല കാറാണ്, ചുമല കാറ് അല്ലേ? ചുമല അതിന്റെ എടാ 96 മോഡല് 96 മോഡല്. അമ്പോ പൊളി. അറിയാടാ? അതൊന്നും അറിയില്ല. മൂന്നാല് തടിമാരെ നമ്പർ പ്ലേറ്റോ? നമ്പർ പ്ലേറ്റോ? ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ ഓക്കെ ഓക്കെ. എടാ പെട്ടെന്ന് അവിടെ മാറ്റി തുടങ്ങിട്ടോ. നോക്കിക്കോ, ഇത് സൈറ്റാ. സാറേ ഒരാളെ കിട്ടിയിട്ടുണ്ട്. പോയി സാറേ, കയ്യിൽ പോയി. മനുഷ്യന്ന് ഉറങ്ങി വന്നായിരുന്നു. ഇലക്ഷൻ തൊട്ട് മുമ്പായി പോയല്ലോ. ഈ നശിച്ച വീഡിയോയും പുലിവാലും. പേടിക്കണ്ട, നാളത്തെ പത്രത്തിലുണ്ടാവുള്ളൂ. എന്ത്? സാറിനെ പറ്റിയുള്ള ന്യൂസേ. ഒരൊറ്റ അത് അവന്മാരുടെ കിട്ടിയ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ കാർലോസിനെ വിളിച്ചാൽ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പൈസ ഓഫർ ചെയ്യായിരുന്നു. മറ്റത് പുറത്തുവിടാതിരിക്കാൻ വേണ്ടി. നമ്പറുണ്ടോ? ഏയ്, പിന്നെ എങ്ങനാടോ? സാറ് സമാധാനായിട്ടിരിക്കേ. ആ CI ബേബി എല്ലാം കണ്ടുപിടിച്ചോളൂ. സമയം പൊക്കോണ്ടിരിക്കുന്നതും എനിക്ക് ആദ്യം. തനിക്ക് എവിടെ ഈ ചായ? ഞാൻ രാവിലെ പോലെ ചായ ചോദിച്ചോണ്ടിരിക്കുക. ബാക്കിയുള്ള രാവിലെ പോലെ പട്ടിണി. താൻ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്നു, പുട്ട് കഴിക്കുന്നു. ശാന്ത പുറത്തു പോയിരിക്കുക. പിന്നെ തനിക്ക് ഇതെങ്ങനെ കിട്ടി? ഞാൻ ഉണ്ടാക്കിയത്. എന്നാലും എനിക്കൊന്നും ഉണ്ടാക്കിയല്ല. അല്ല, ഇനി ആരെങ്കിലും ഒറ്റ കൊടുത്തതാണോ? ആരിട്ട് കൊടുക്കാൻ? അല്ല, അവൻ വേറെങ്ങും തിരയാതെ നേരെ വന്ന് അലമാരി മാത്രം തുറന്ന് അത് മാത്രം എടുത്തോണ്ട് പോയത് എങ്ങനെയാ? അവരെല്ലായിടത്തും തെരഞ്ഞുണ്ടാവും. ഇല്ല, വേറൊരു സ്ഥലം അലങ്കുലം ആക്കിയിട്ടില്ല. വേറെ എവിടെയും തെരഞ്ഞ ലക്ഷണവും കാണുന്നില്ല. മേശയൊക്കെ അതുപോലെ കിടപ്പുണ്ട്. ആരായിരിക്കും അവനെ കൃത്യസ്ഥലം പറഞ്ഞു കൊടുത്തത്? ആരായിരിക്കും? അല്ല, അത് അറിയുന്നത് നമുക്ക് രണ്ടാൾക്ക് മാത്രമല്ലേ? അപ്പൊ സാറാണോ? ഞാനോ? രാഷ്ട്രീയക്കാരെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല സാറേ. സാർ എന്നെ സംശയിക്കാണോ? കൊള്ളാന്നോ എന്റെ മോനെ? എന്താ സാർ ഇങ്ങനെ? എന്റെ മുഖത്തോട് നോക്കടാ, മുഖത്തോട് നോക്കാൻ.